കുബേരൻ സിനിമയിൽ അഭിനയിച്ചിരിക്കുകയാണ്. പേരെന്താണ്? എൻ്റെ പേര് അജിത്തിലാലാണ്. നാട് നാട് കൊല്ലം കരുനാഗപ്പള്ളിയാണ്. എങ്ങനെ ഈ സിനിമയിലേക്ക് വന്നത്? ഞാൻ തിയേറ്റർ ആർട്ടിസ്റ്റാണ്. ഞാനൊരു കഴിഞ്ഞ 12 വർഷമായിട്ട് നാടകങ്ങൾ ചെയ്യുന്ന ആളാണ്. ഇത് ഓഡിഷനിലൂടെ തന്നെയാണ് കിട്ടുന്നത്. അവരെൻ്റെ പ്രൊഫൈൽ കണ്ടിട്ട് എന്നെ കണക്ട് ചെയ്യുന്നതാണ്. നമ്മളങ്ങനെ ഓൺലൈൻ വഴി ഓഡിഷൻ കൊടുത്തു. പിന്നെ അല്ലാതെ ഒരു മൾട്ടിപ്പിൾ റൗണ്ട് ഓഫ് ഓഡിഷൻസ് കഴിഞ്ഞിട്ടാണ് പടത്തിലേക്ക് നമ്മൾ എങ്ങനെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു പടം. എങ്ങനെ എന്താണ് പടത്തെ കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള കാരണവും പടത്തിൻ്റെ കുറിച്ച് പറയാമോ? പ്രധാനമായിട്ടും ഈ ക്ലാസ് ഡിഫറൻസിനെ പറ്റിയിട്ടൊക്കെയാണ് പടം സംസാരിക്കുന്നത്. ഭയങ്കര ഇമ്പാക്ട്ഫുള്ളായിട്ട് അത് പറയുന്നുണ്ട്. പണം ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസമൊക്കെ. അപ്പോൾ ധനുഷ് സാറിനോടൊക്കെ അഭിനയിക്കാൻ കഴിഞ്ഞത് വലിയ സന്തോഷം. തൻ്റെ റോൾ വന്നപ്പോൾ തിയേറ്ററിൽ കയ്യടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതെ അതെ, സന്തോഷം. പിന്നെ എന്ത് പറയുന്നത്? ധനുഷിൻ്റെ റോൾ അഭിനയമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ രസമുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല സ്പേസ് ഉണ്ടായിരുന്നു. മൊത്തം ആ ഡയറക്ടോറിയൽ ടീം നല്ല ക്രിയേറ്റീവ് സ്പേസ് ആയിരുന്നു ഉണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. ഷൂട്ടൊക്കെ എവിടെയായിരുന്നു? ഷൂട്ടൊക്കെ ഹൈദരാബാദും മുംബൈയിലും ഗോവയിലും വെച്ചിട്ടായിരുന്നു കാണാൻ. അപ്പോൾ ഈ ധനുഷിൻ്റെ ഇപ്പോൾ അഭിനയിച്ചിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് പഠിക്കാൻ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അവർ ഭയങ്കര സീനിയർ ആക്ടേഴ്സ് ആണല്ലോ. അവർ പെർഫോം ചെയ്യുന്ന രീതിയൊക്കെ കാണുന്നത് എല്ലാം ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ് അവരോട് ചെയ്യാൻ കഴിയുന്നതൊക്കെ. അതെ ഓക്കെ, അപ്പോൾ ചെയ്യുന്നു. അതെ, വലിയ സന്തോഷം. കുബേരനുണ്ട് തുടക്കം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഇംഗ്ലീഷ് പടത്തിൻ്റെ രീതിയിലേക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അത് പിന്നെ പോകുമ്പോൾ നാട്ടിൻ പുറത്തേക്ക് വന്ന് തമിഴ്നാട്ടിലേക്ക് പാവപ്പെട്ടവരുടെ പിച്ചക്കാരുടെ ഇടയിലേക്ക് വന്നു. ആ രീതിയിലൊരു കഥ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു മേക്കിങ്ങാണ്. ആ കഥയുടെ ഒരു രീതി പ്രത്യേക മേക്കിങ്ങാണ്. ധനുഷൊക്കെ നന്നായിട്ട് വളരെ കഷ്ടപ്പെട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ധനുഷ് പിന്നെ നമ്മുടെ വളരെ നാളുകൾക്ക് ശേഷം നാഗാർജുന നല്ലൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. പിന്നെ രശ്മിയോ മന്ദാന നന്നായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേക ഒരു സ്റ്റോറിയാണ്. അതിലൊരു മെസ്സേജ് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ പിച്ചക്കാരൻ നാളത്തെ പണക്കാരനാണ്, നാളത്തെ പണക്കാരൻ ചിലപ്പോൾ ഇന്നത്തെ പിച്ചക്കാരനാണ്. അത്തരം ഒരു സെൻറ്റിമെൻ്റൽ സ്റ്റോറിയാണ്. അതാണ് പറയാനായിട്ട് ഒരു 3 മണിക്കൂറോളം പടത്തിൽ എടുത്തിട്ടുണ്ട്. തമിഴ്നാടിൻ്റെ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ അവിടെ സെൻറ്റിമെൻറ്റ്സാണ് കൂടുതൽ വർക്കാവുള്ളൂ. കാരണം അവിടെ പാസം അത് നമുക്കറിയാവുന്നതാണ്. ഇങ്ങനെ നന്നായിട്ട് ഒരു മേക്ക് ചെയ്യാനൊക്കെ നന്നായിട്ട് വലിയ ബോറൊന്നും അടിക്കാതെ രീതിയിൽ ഡയറക്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അഭിനയത്തിൽ വളരെ 3-4 പേര് ഉള്ള കഥാപാത്രങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നല്ലൊരു എന്റർടൈനർ കേട്ടോ. ഒരു വലിയ മാസം ബഹളമൊന്നുമില്ല, നല്ലൊരു എന്റർടൈനർ ആയിട്ട് കാണാം. നായകൻ വരുമ്പോൾ 100 പേര് ഇടിച്ചിടുന്നതോ ഒരു 5 പാട്ടോ അങ്ങനെയൊന്നുമല്ല. നല്ലൊരു മാസമാണ് പടം. എന്നാലും നല്ല എന്റർടൈനറുമാണ്. എനിക്കത് പടം ഇഷ്ടപ്പെട്ടു. കുഴപ്പമൊന്നുമില്ല. ധനുഷ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ധനുഷ് വില്ലൻ കഥാപാത്രം ചെയ്ത വെബ് സീരീസ് ചെയ്ത ഒരു നടനുണ്ട്, ജിം സർബ എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി നന്നായിട്ട് കാര്യം ചെയ്തിട്ടുണ്ട്. ഒരു ക്ലീൻ എന്റർടൈനർ സിനിമ. നാഗാർജുന അടിപൊളിയായിട്ടുണ്ട്. നാഗാർജുന ചെറിയൊരു ഇതുണ്ട്, പ്രായമായിട്ട് ചെറിയൊരു. പക്ഷേ ധനുഷ് അടിപൊളിയായിട്ടാണ്. മാസൊന്നും ഇല്ലാതെ നല്ലൊരു എന്റർടൈനർ സിനിമ. വളരെ ഇഷ്ടപ്പെട്ടു. നല്ല ഒരു എന്റർടൈനറാണ്, കണ്ടോണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമ. രശ്മി മന്ദാന ഇന്റർവ്യൂ കഴിഞ്ഞാണല്ലോ. ഇന്റർവ്യൂ കഴിഞ്ഞ് പുള്ളിക്കാരി നല്ലതായിട്ട് ചെയ്തിട്ടുണ്ടോ. ഇന്റർവ്യൂ കഴിഞ്ഞാണ് രശ്മി മന്ദാന റോളൊക്കെ വരുന്നത്. രശ്മി മന്ദാന നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടത് ധനുഷാണ്. ധനുഷിന്റെ പിന്നെ ദേവിശ്രീ പ്രസാദിന്റെ മ്യൂസിക്, പുള്ളി നല്ല ഒരു മാസ്റ്റർ മ്യൂസിക് BGM ആയിട്ട് ചെയ്തിട്ടുണ്ടോ. കുഴപ്പമില്ല, നല്ല സിനിമ, നല്ല എന്റർടൈനർ സിനിമ.